പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്ക 20 അധ്യായത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. വിശുദ്ധ ലൂക്ക 20 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 47 വാക്യങ്ങൾ. 2. വിശുദ്ധ ലൂക്ക 20 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 6 ശീർഷകങ്ങൾ. 3. വിശുദ്ധ ലൂക്ക 20 അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ്? യേശുവിന്റെ അധികാരം. 4. ഒരു ദിവസം യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടും കൂടെ യേശുവിന്റെ അടുത്ത് വന്നത്? യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. 5. ഒരു ദിവസം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ആരോടുകൂടെയാണ് യേശുവിന്റെ അടുത്ത് വന്നത്? ജനപ്രമാണികളോടുകൂടെ. 6. ഒരു ദിവസം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് ജനപ്രമാണികളോടുകൂടെ യേശുവിന്റെ അടുത്ത് വന്നത്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. 7. എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടത് ആരാണ്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. 8. എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ യേശുവിന്റെ ആദ്യ മറുപടി എന്തായിരുന്നു? ഞാനും ഒന്ന് ചോദിക്കട്ടെ, ഉത്തരം പറയുവിൻ എന്ന്. 9. എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന പുരോഹിത പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും ആവശ്യത്തിന് മറുപടിയായി യേശു അവരോട് ചോദിച്ച ചോദ്യം എന്താണ്? യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? 10. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിന്റെ ചോദ്യം കേട്ട പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ആദ്യം എന്താണ് ചെയ്തത്? അവർ പരസ്പരം ആലോചിച്ചു. 11. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും സ്വർഗത്തിൽ നിന്ന് എന്ന് പറയാൻ മടിച്ചത് എന്തുകൊണ്ടാണ്? പിന്നെ എന്തുകൊണ്ട് അവനെ വിശ്വസിച്ചില്ല എന്ന് യേശു ചോദിക്കുമെന്നവർ ചിന്തിച്ചു. 12. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ജനങ്ങളെല്ലാം അവരെ കല്ലെറിയുമെന്നവർ ഭയപ്പെട്ടു. 13. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം കല്ലെറിയുമെന്ന് അവർ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നു. 14. ജനങ്ങളെല്ലാം യോഹന്നാൻ ആരെന്നാണ് വിശ്വസിച്ചിരുന്നത്? ഒരു പ്രവാചകനാണെന്ന്. 15. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും എന്തുത്തരമാണ് പറഞ്ഞത്? എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. 16. എന്തധികാരത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഇത് യേശു ആരോടൊക്കെ പറഞ്ഞതാണ്? പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും. 17. വിശുദ്ധ ലൂക്ക 20 അധ്യായം 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. 18. മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ യേശു പറഞ്ഞത് ആരോടാണ്? ജനങ്ങളോട്. 19. യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത് ആരാണ്? ഒരു മനുഷ്യൻ. 20. യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ മുന്തിരിത്തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? കൃഷിക്കാരെ.
21 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം എത്ര നാളത്തേക്കാണ് അവിടെ നിന്ന് പോയത്? ദീർഘനാളത്തേക്ക്. 22 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ അടുത്തേക്ക് ഒരു ഭൃത്യനെ അയച്ചത് എപ്പോഴാണ്? സമയമായപ്പോൾ. 23 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ അടുത്തേക്ക് ഒരു ഭൃത്യനെ അയച്ചത് എന്തിനാണ്? മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന്. 24 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ആരെയാണ് ആദ്യം അയച്ചത്? ഒരു ഭൃത്യനെ. 25 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ആദ്യമൊരു ഭൃത്യനെ എവിടേക്കാണ് അയച്ചത്? കൃഷിക്കാരുടെ അടുത്തേക്ക്. 26 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അയച്ച ആദ്യ ഭൃത്യനെ കൃഷിക്കാർ എന്താണ് ചെയ്തത്? അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 26 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അതിന്റെ ഉടമസ്ഥൻ അയച്ച ആരെയാണ് അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തത്? ആദ്യം അയച്ച ഭൃത്യനെ. 28 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ രണ്ടാമതയച്ച മറ്റൊരു ഭൃത്യനെ കൃഷിക്കാർ എന്താണ് ചെയ്തത്? അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 29 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അതിന്റെ ഉടമസ്ഥൻ അയച്ച ആരെയാണ് അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തത്? രണ്ടാമതയച്ച മറ്റൊരു ഭൃത്യനെ. 30 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അയച്ച മൂന്നാമതൊരുവനെ കൃഷിക്കാർ എന്താണ് ചെയ്തത്? പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. 31 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അതിന്റെ ഉടമസ്ഥൻ അയച്ച ആരെയാണ് പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തത്? മൂന്നാമതൊരുവനെ. 32 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് താൻ അയച്ച എല്ലാ ഭൃത്യന്മാരെയും വെറും കൈയോടെ കൃഷിക്കാർ തിരിച്ചയച്ചപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ സ്വയം ചോദിച്ച ചോദ്യം എന്താണ്? ഞാൻ എന്താണ് ചെയ്യുക? 33 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അതിന്റെ ഉടമസ്ഥൻ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് തന്റെ പ്രിയപുത്രനെ അയക്കുമെന്ന് പറഞ്ഞത്? അവനെ അവർ മാനിച്ചയക്കുമെന്ന്. 34 യേശു പറഞ്ഞ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവസാനം അയച്ചത് ആരെയാണ്? തന്റെ പ്രിയപുത്രനെ. 35 ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. ആരെ കണ്ടപ്പോൾ? ഇത് കൃഷിക്കാർ പരസ്പരം പറഞ്ഞതാണ്. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കണ്ടപ്പോൾ. 36 മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരിപ്പഴങ്ങളുടെ ഓഹരി ലഭിക്കേണ്ടതിന് അയച്ച മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൃഷിക്കാർ എന്താണ് ചെയ്തത്? മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. 37 മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരിപ്പഴങ്ങളുടെ ഓഹരി ലഭിക്കേണ്ടതിന് അയച്ച മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൃഷിക്കാർ കൊന്നുകളയാൻ കാരണമെന്താണ്? മുന്തിരിത്തോട്ടം അവകാശമാക്കാൻ. 38 മുന്തിരിപ്പഴങ്ങളുടെ ഓഹരി ലഭിക്കേണ്ടതിന്
അയച്ച തൻ്റെ പ്രിയപുത്രനെ കൊന്നുകളഞ്ഞ കൃഷിക്കാരെ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്തു ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്. കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. 39. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവർ ഇത് കേട്ടപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. 40. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഇത് യേശു ആരെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്? ജനങ്ങളെ. 41. ആര് ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലാണ് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്? പണിക്കാർ. 42. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? തകരും. 43. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ല് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് എന്താക്കുമെന്നാണ് യേശു പറഞ്ഞത്? ധൂളിയാക്കും. 44. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു പറഞ്ഞത് തങ്ങൾക്കെതിരായിട്ടാണ് എന്ന് മനസ്സിലാക്കിയത് ആരാണ്? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 45. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു പറഞ്ഞത് തങ്ങൾക്ക് എതിരായിട്ടാണെന്ന് മനസ്സിലാക്കിയ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും എന്താണ് ചെയ്തത്? യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. 46. ആരൊക്കെയാണ് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്? നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 47. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു പറഞ്ഞത് തങ്ങൾക്കെതിരായിട്ടാണെന്ന് മനസ്സിലാക്കിയ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ ഭയപ്പെട്ടത് ആരെയാണ്? ജനങ്ങളെ. 48. വിശുദ്ധ ലൂക്ക 20-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? സീസറിന് നികുതി കൊടുക്കണമോ? 49. യേശുവിനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ ആരെ അയച്ചാണ് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അവസരം കാത്തിരുന്നത്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 50. എന്തിനു വേണ്ടിയാണ് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അവസരം കാത്തിരുന്നത്? ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ. 51. ഗുരു, നീ എന്തൊക്കെ ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് തങ്ങൾക്കറിയാമെന്ന് ചാരന്മാർ യേശുവിനോട് പറഞ്ഞത് ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനുമാണെന്ന്. 52. ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ എന്ത് പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട് പറഞ്ഞത്. ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനാണെന്ന്. 53. നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് ആരോട് പറഞ്ഞതാണ്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട്. 54. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചത് ആരാണ്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 55. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരുടെ ചോദ്യത്തിലെ കൗശലം മനസ്സിലാക്കിയ യേശു എന്ത് കാണിക്കാനാണ് അവരോട് പറഞ്ഞത്? ഒരു ദനാറ. 56. യേശു ആവശ്യപ്പെട്ടിട്ട് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ കാണിച്ച ഒരു ദനാറയിൽ സീസറിന്റെ എന്താണുണ്ടായിരുന്നത്? രൂപവും ലിഖിതവും. 57. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരുടെ ചോദ്യത്തിന് യേശു എന്തുത്തരമാണ് നൽകിയത്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിനെന്ന്. 58. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർക്ക് എവിടെ വച്ചാണ് യേശുവിനെ കൊടുക്കാൻ സാധിക്കാത്തത്? ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച്.
59. യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ എന്താണ് ചെയ്തത്? അവർ മൗനം അവലംബിച്ചു. 60. വിശുദ്ധ ലൂക്ക 20-ാം അധ്യായം 27 മുതൽ 40 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം. 61. പുനരുത്ഥാനം നിഷേധിക്കുന്ന യഹൂദ ജനവിഭാഗം ഏതാണ്? സദുക്കായർ. 62. ഒരാളുടെ ആര് എങ്ങനെ മരിച്ചാൽ അവന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സദുക്കായക്കാരായ ചിലർ യേശുവിനോട് ചോദിച്ചത്. സഹോദരൻ സന്താനമില്ലാതെ. 63. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് ആര് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് യേശുവിനോട് സദുക്കായക്കാരിൽ ചിലർ പറഞ്ഞത്. മോശ. 64. വിശുദ്ധ ലൂക്ക 20:29 ഒരിടത്ത് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നതായാണ് പറയുന്നത്? 7 സഹോദരന്മാർ. 65. സദുക്കായക്കാരിൽ ചിലർ യേശുവിനോട് പറഞ്ഞ ഉപമയിലെ സ്ത്രീയെ എത്ര പേരാണ് വിവാഹം ചെയ്തത്? 7 സഹോദരന്മാർ. 66. സദുക്കായക്കാരിൽ ചിലർ യേശുവിനോട് പറഞ്ഞ ഉപമയിലെ സ്ത്രീയെ വിവാഹം ചെയ്ത് 7 സഹോദരന്മാരും മരിച്ചത് എപ്രകാരമാണ്? സന്താനമില്ലാതെ. 67. സദുക്കായക്കാരിൽ ചിലർ യേശുവിനോട് പറഞ്ഞ 7 സഹോദരന്മാരുടെയും അവർ വിവാഹം ചെയ്ത സ്ത്രീയുടെയും ഉപമയിൽ അവസാനം മരിച്ചത് ആരാണ്? 7 സഹോദരന്മാർ വിവാഹം ചെയ്ത സ്ത്രീ. 68. സദുക്കായക്കാരിൽ ചിലർ പറഞ്ഞ ഉപമയിൽ 7 സഹോദരന്മാരുടെ ഭാര്യയായിരുന്ന സ്ത്രീ മരിച്ചതിന് ശേഷം എന്തിൽ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കുമെന്നാണ് അവർ ചോദിച്ചത്? പുനരുത്ഥാനത്തിൽ. 69. വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ആരെന്നാണ് യേശു പറഞ്ഞത്? ഈ യുഗത്തിന്റെ സന്താനങ്ങൾ. 70. വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ എന്ത് ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. 71. വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ എന്തിന്റെ മക്കൾ എന്നാണ് യേശു പറഞ്ഞത്? പുനരുത്ഥാനത്തിന്റെ മക്കൾ. 72. വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ ആരെന്നാണ് യേശു പറഞ്ഞത്? ദൈവദൂതർക്ക് തുല്യരും ദൈവമക്കളുമാണ്. 73. എവിടെ വച്ചാണ് മോശ പോലും കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത്? മുൾപ്പടർപ്പിങ്കൽ വെച്ച്. 74. ആരാണ് മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത്? മോശ. 75. മോശ പോലും മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് എന്താണ് കാണിച്ചു തന്നിട്ടുള്ളത്? മരിച്ചവർ ഉയർക്കുമെന്ന്. 76. വിശുദ്ധ ലൂക്ക 20:38 ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്താണ്? ജീവിക്കുന്നവരുടെ ദൈവം. 77. ദൈവത്തിന് എല്ലാവരും എങ്ങനെയുള്ളവരെന്നാണ് പറയുന്നത്? ജീവിക്കുന്നവർ. 78. ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? നിയമജ്ഞരിൽ ചിലർ. 79. യേശുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് സദുക്കായക്കാരിൽ ചിലർ മുതിരാത്തതിന് കാരണമെന്താണ്? ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് നിയമജ്ഞരിൽ ചിലർ പറഞ്ഞതിനാൽ. 80. വിശുദ്ധ ലൂക്ക 20-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? ക്രിസ്തു ദാവീദിന്റെ പുത്രൻ. 81. വിശുദ്ധ ലൂക്ക 20:41 യേശു അവരോട് ചോദിച്ച ചോദ്യം എന്താണ്? ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് പറയാൻ എങ്ങനെ കഴിയും?
82 ക്രിസ്തു ആരുടെ പുത്രൻ എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് യേശു അവരോട് ചോദിച്ചത്. ദാവീദിന്റെ പുത്രൻ. 83 ദാവീദ് തന്നെയും കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ഏത് പുസ്തകത്തിൽ പറയുന്നു എന്നാണ് യേശു പറഞ്ഞത്? സങ്കീർത്തന പുസ്തകത്തിൽ. 84 കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ഇങ്ങനെ എഴുതിയിട്ടുള്ള ബൈബിൾ ഭാഗം ഏതാണ്? സങ്കീർത്തനങ്ങൾ 110 അധ്യായം 1 വാക്യം. 85 ദാവീദ് ക്രിസ്തുവിനെ എങ്ങനെ വിളിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? കർത്താവ്. 86 ദാവീദ് ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ക്രിസ്തു ആരുടെ പുത്രനാകുന്നത് എന്നാണ് യേശു ചോദിച്ചത്? ദാവീദിന്റെ പുത്രൻ. 87 വിശുദ്ധ ലൂക്ക 20 അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? നിയമജ്ഞരുടെ കപട ജീവിതം. 88 വിശുദ്ധ ലൂക്ക 20:45 യേശു ശിഷ്യരോട് നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവൻ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? സകല മനുഷ്യരും കേൾക്കെ. 89 നിയമജ്ഞർ എത്ര കാര്യങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് സകല മനുഷ്യരും കേൾക്കെ പറഞ്ഞത്? 4 കാര്യങ്ങൾ. 90 എന്ത് ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിയമജ്ഞർ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? നീണ്ട മേലങ്കികൾ. 91 പൊതുസ്ഥലത്ത് നിയമജ്ഞർ എന്ത് ആഗ്രഹിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? അഭിവാദനങ്ങൾ. 92 നിയമജ്ഞർ എവിടെ പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? സിനഗോഗുകളിൽ. 93 വിരുന്നുകളിൽ എന്ത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിയമജ്ഞർ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? അഗ്രാസനങ്ങൾ. 94 നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും നിയമജ്ഞർ ആഗ്രഹിക്കുന്നവരായതിനാൽ അവരെ എന്ത് ചെയ്യുവൻ എന്നാണ് യേശു ശിഷ്യരോട് സകല മനുഷ്യരും കേൾക്കെ പറഞ്ഞത്? സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന്. 95 ആരുടെ ഭവനങ്ങളെയാണ് നിയമജ്ഞർ വിഴുങ്ങുന്നത്? വിധവകളുടെ. 96 നിയമജ്ഞർ എന്താണ് നടിക്കുന്നത്? ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു. 97 വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്ന നിയമജ്ഞർക്ക് എന്ത് ലഭിക്കുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? കഠിന ശിക്ഷാവിധി. 98 വിശുദ്ധ ലൂക്ക 20:9 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? യേശയ്യ 5 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 99 വിശുദ്ധ ലൂക്ക 20:17 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? സങ്കീർത്തനങ്ങൾ 118 അധ്യായം 22 23 വാക്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4 അധ്യായം 11 വാക്യം. 1 പത്രോസ് 2 അധ്യായം 6-7 വാക്യങ്ങൾ. 100 വിശുദ്ധ ലൂക്ക 20:18 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? യേശയ്യ 8 അധ്യായം 14-15 വാക്യങ്ങൾ. 101 വിശുദ്ധ ലൂക്ക 20:25 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? റോമ 13 അധ്യായം 7 വാക്യം. വിശുദ്ധ ലൂക്ക 23 അധ്യായം 2 വാക്യം. 102 വിശുദ്ധ ലൂക്ക 20:37 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? പുറപ്പാട് 3:6, പുറപ്പാട് 3:15, പുറപ്പാട് 3:16. 103 വിശുദ്ധ ലൂക്ക 20 അധ്യായം 42-43 വാക്യങ്ങൾക്ക് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? സങ്കീർത്തനങ്ങൾ 110 അധ്യായം 1 വാക്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2 അധ്യായം 34-35 വാക്യങ്ങൾ. 1 കോരിന്തോസ് 15 അധ്യായം 25 വാക്യം. ഹെബ്രായർ 1 അധ്യായം 13 വാക്യം. 104 വിശുദ്ധ ലൂക്ക 20:46 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? വിശുദ്ധ ലൂക്ക 11 അധ്യായം 43 വാക്യം. 105 സങ്കീർത്തനങ്ങൾ
118 അധ്യായം 22 വാക്യം വിവരിക്കുക. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. 106 സങ്കീർത്തനങ്ങൾ 118 അധ്യായം 22 വാക്യം വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിന്റെ ഏത് വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? വിശുദ്ധ ലൂക്കാ 20:17. 107 സങ്കീർത്തനങ്ങൾ 110 അധ്യായം 1 വാക്യം വിവരിക്കുക. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. 108 സങ്കീർത്തനങ്ങൾ 110 അധ്യായം 1 വാക്യം വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? വിശുദ്ധ ലൂക്കാ 20 അധ്യായം 42 43 വാക്യങ്ങളിൽ. 109 വിശുദ്ധ ലൂക്കാ 20 അധ്യായത്തിൽ ഗുരു എന്ന പദം എത്ര തവണ കാണുന്നു? 3 തവണ. 110 വിശുദ്ധ ലൂക്കാ 20 അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? 7 ചോദ്യങ്ങൾ. 111 വിശുദ്ധ ലൂക്കാ 20:37 എത്ര ഇസ്രായേൽ പിതാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്? ആരൊക്കെയാണ്? 4 മോശ, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. 112 വിശുദ്ധ ലൂക്കാ 20 അധ്യായത്തിൽ മോശ എന്ന പേര് എത്ര തവണ കാണുന്നു? 2 തവണ.